ഹായ് ഗൈസ്, ഇന്ന് പറയാൻ പോകുന്ന ചില സിനിമകളുടെ അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. എല്ലാവർക്കും ഞാൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ചധികം സിനിമകളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. ഇതുപോലത്തെയുള്ള പുതിയ സിനിമകളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യമായി പറയാൻ പോകുന്ന തഗ്ലീഫ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതിൻ്റെ ടെലിവിഷൻ റൈറ്റ്സിനെ പറ്റിയാണ്. തഗ്ലീഫ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് വിജയ് ടി വിയാണ്. ഏകദേശം 60 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ ടെലിവിഷൻ റൈറ്റ്സ് വിജയ് ടി വി മേടിച്ച് ഇരിക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ സിനിമ ജൂൺ 5 വേൾഡ് വൈഡ് റിലീസ് എത്താൻ പോകുന്നു. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ഏകദേശം 150 കോടി രൂപയാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് മേടിച്ചിരിക്കുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് കൂലി സിനിമയുടെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ്. അപ്ഡേറ്റ് എന്നല്ല, ഒരു ക്യാരക്ടറിനെ പറ്റിയാണ്. നാഗാർജുന ചെയ്യുന്ന സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ ഓൺലൈനിൽ ഭയങ്കരധികം ഹൈപ്പായി മാറിയിരിക്കുകയാണ്. എന്താണ് ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ സ്റ്റോറി എന്തായിരിക്കും, ആ ഒരു ക്യാരക്ടർ ഭയങ്കര രീതിയിൽ ഹൈപ്പായിരിക്കും. ഏകദേശം ഇൻ ഫാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9 years ആയി പീപ്പിൾ നാഗാർജുനയിൽ നിന്നും എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ട്. ലോകേഷ് കനകരാജിൻ്റെ ഇതിന് മുമ്പത്തെ സിനിമ, അതായത് സിനിമയിലായ ലിയോയിൽ ഹരോൾ ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്കത് പേഴ്സണലി അത്രയും അധികം ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഈ വരുന്നവർക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ലോകേഷ് കനകരാജ് ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കില്ല എന്നുള്ള കാര്യം ഈ ഒരു ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ. അടുത്തതായി ബെൻ സിനിമയെ പറ്റി ചെറിയൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം LG എന്ന ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ബെൻസ് എന്ന സിനിമയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഷൂട്ടിങ്ങും പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശിവകാർത്തികേയൻ ആ ഒരു സിനിമയിൽ ജസ്റ്റ് ഒന്ന് ഷൂട്ടിംഗ് സ്പോട്ട് ഒരു സ്റ്റില്ല് പുറത്തു വിട്ടിരുന്നു. അതായത് ശിവകാർത്തികേയൻ ആ ഒരു സെറ്റിൽ വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റില്ല് പുറത്തു വിട്ടിരുന്നു. ബെൻസിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ അതൊക്കെയാണ്. ഷാഹി കബീർ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയൊരു സിനിമയാണ് റോന്ത്. അത് ജൂൺ 13 വേൾഡ് വൈഡ് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി ചോട്ട മുംബൈ ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിൽ, അതായത് മെയ് 24 റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണ് ചോട്ട മുംബൈ. പക്ഷേ തുടരും എന്ന സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തിയേറ്ററിക്കൽ റൺ കാരണം ആ ഒരു സിനിമ അതിൻ്റെ 4K റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കാണ് ആ ഒരു സിനിമ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. എന്നത്തേക്കാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞിരുന്ന മെയ് 21 അതിൻ്റെ റിലീസ് ഉണ്ട്. പക്ഷേ തുടരും കാരണം അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിരുന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്തായി ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ഇതിപ്പോൾ ഒരു ഓണം റിലീസായിട്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ എടുക്കുന്നത്. കൺഫേം ഡേറ്റ് ഏകദേശം സെപ്റ്റംബർ 4, 2025 തന്നെയാണ്. ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഇത്. അടുത്തതായി പറയാൻ പോകുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ തുടരും ഈ മലയാളത്തിൽ ഒരു ഫാമിലി പടം എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നതിന് അവിടെ തമിഴ്നാട്ടിൽ ഇതുപോലൊരു ഫാമിലി പടം ഓടുന്നുണ്ട്. അതാണ് ടൂറിസ്റ്റ് ഫാമിലി. റീസെൻ്റ്ലി ധനുഷ് ഈ സിനിമ കാണുകയും അവരൊപ്പം തന്നെ പറയപ്പെടുന്നതെന്ന് വെച്ചാൽ അഭിഷൻ ജീവന്ത് എന്ന് പറയുന്ന ഡയറക്ടറോട് ധനുഷിനോട് ഒരു കഥ പറയും. ധനുഷ് ഒരു സിനിമ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടില്ല, ബട്ട് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം ഒരു ഫിലിം ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര രസമായിരിക്കും ഈ ഒരു കോംബോ. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം.